ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹരിയക്ക് ഓറഞ്ച് ഫെസ്റ്റിവലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓറഞ്ച് ഫാം വിസിറ്റ് ചെയ്തിരുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടത് ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്ന മാർക്കറ്റിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓറഞ്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഓറഞ്ച് ഫെസ്റ്റ് കൂടാതെ തന്നെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ പലതരം ഡിഫറെൻറ്റ് ഷോപ്പുകളുണ്ട്. ഇതിപ്പോൾ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്, ഇത് ഇവരുടെ ആക്സസറീസ് വിൽക്കുന്നൊരു ഷോപ്പാണ്. അങ്ങനെ പലതരം ഷോപ്പുകളുണ്ട്. ഫുഡ്, ഇവരുടെ ഡ്രസ്സ്, അതുപോലെ ഇവരുടെ സൗദി കൾച്ചറുമായി ബന്ധപ്പെട്ട് അവരുടെ രീതിയിലുള്ള പലതരം ഐറ്റംസ് വിൽക്കുന്ന കടകളെല്ലാം നമ്മൾക്ക് ഈ മാർക്കറ്റിലൂടെ കാണാവുന്നതാണ്. നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസും ചെയ്യാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയുടെ പരമ്പരാഗത രീതിയിൽ, അതായത് പണ്ട് കാലത്ത് ഇവരുടെ വീടുകൾ, അതുപോലെ ഇവരുടെ വെഹിക്കിളുകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡെമോ ആയിട്ട് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇതൊരു ഊത് വിൽക്കുന്ന ഷോപ്പാണ്. പ്രത്യേകതരം സ്മെല്ലാണ് ഇത് പുകച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്താ, ഇതിൻ്റെ ഉള്ളിലേക്ക് അത് വെച്ചിട്ട് കരി വെച്ചിട്ട് നമ്മൾ പുകച്ച് അത് യൂസ് ചെയ്യുന്നത്. ഇതും ഊത് പോലെ മറ്റൊരു ഐറ്റമാണ്. ഇതിൻ്റെ അറബിക് നെയിം ബുഹൂർ എന്നാണ്. ഈ ഷോപ്പ് ഇവിടുത്തെ മസാലകൾ, അതുപോലെ ഓയിൽ, പിന്നെ പലതരം പിക്കിൾസ് അതെല്ലാം വിൽക്കുന്നൊരു കടയാണ്. അതിവിടെ ഈ സെയിലിന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. അവരുടെ ഓയിലുകൾ, പല ടൈപ്പ് പിക്കിൾസ് ഉണ്ട്, പലതരം മസാല, സ്പൈസസ്, മസാലകൾ എല്ലാം ഉണ്ട്. അതുപോലെ ഇതൊരു ചിപ്സ് ഐറ്റമാണ് ഇവരുടെ. ഇതിൻ്റെ ടേസ്റ്റ് പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഒരു പപ്പടത്തിന് കുറച്ച് മധുരമുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. ഞാനതിൽ കാരണം ടേസ്റ്റ് നോക്കാൻ നമുക്ക് തന്നിരുന്നു അവർ. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതിരിക്കുന്നത് ഇതുപോലെ പപ്പടവട പോലെ വട്ടത്തിലിരിക്കും. അതിന് കുഞ്ഞു കുഞ്ഞു പീസാണ് നേരത്തെ കണ്ടത്. അതുപോലെ ഇത് ഡേറ്റ്സ് എന്തോ പൗഡറിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് നമുക്ക് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു അവർ. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. നേരത്തെ കഴിച്ച ചിപ്സിനേക്കാളും എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത്. ഇത് കഴിച്ചപ്പോൾ എന്തോ ബിസ്ക്കറ്റിൻ്റെ പൗഡർ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫ്ലേവറാണ് നമുക്ക് തോന്നിയത്. അതുപോലെ ഇത് ഒരു ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പാണ്. ഇവിടെ മെയിനായിട്ടും ബേക്ക് ചെയ്ത ഐറ്റംസാണ്. അതായത് നമ്മുടെ ഡോണറ്റ്സുകൾ, പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോണറ്റ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ പല ടൈപ്പ് ഡോണറ്റ്സ് ഞാനിവിടെ കണ്ടു. പിന്നെ പലതരം പഫുകൾ, കുക്കീസ് അതെല്ലാമാണ്. ഇതും ഫുഡ് സ്റ്റോളുകളൊക്കെ തന്നെയാണ്. ബർഗർ ഷോപ്പ്, കുനാഫ, നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകും. പിന്നീട് നമുക്ക് കാണുന്നത് കുറച്ചൊരു നഴ്സറി സെക്ഷനാണ്. പലതരം ചെടികൾ, മരങ്ങളുടെ തൈകൾ, ഫ്രൂട്ട്സിൻ്റെ തൈകൾ, അങ്ങനെ പലതും വിൽക്കുന്ന ഒരു നഴ്സറിയാണ് പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇതിപ്പോൾ ഈ സെക്ഷൻ ഫുള്ള് ഫ്ലവേഴ്സാണ്. മെയിനായിട്ടും ബോഗൺവില്ലകളാണ് വിൽക്കുന്ന. ബോഗൺവില്ലകളുടെ ചെറിയ ചെറിയ തൈകളാണ് നമുക്കിവിടെ മെയിനായിട്ടും അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇതുപോലെ അങ്ങോട്ടെല്ലാം ഇതുപോലത്തെ പലതരം നഴ്സറി കാഴ്ചകളാണ്. ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ഓറഞ്ചിൻ്റെ തൈകളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ഓറഞ്ചുകൾ, പല ടൈപ്പ് ഓറഞ്ചുകൾ ഇവിടെ, അതിൻ്റെ തൈകളെല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കപ്പങ്ങയുടെ ഒക്കെ തൈയാണ്. നമ്മുടെ പപ്പായയുടെ തൈ, പിന്നെ
ഇത് ഫിഗിൻ്റെ തൈ, ഇതെല്ലാം ഫിഗാണ്, ഫിഗിൻ്റെ തൈകളാണ് ഇതെല്ലാം. നമ്മുടെ റോബസ്റ്റ് പഴത്തിൻ്റെ തൈ, വാഴയുടെ. ഇത് മാങ്ങയാണ്, ഇതും മാങ്ങ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാങ്ങയുടെ മാവും തൈകൾ, മാവും തൈകളാണ് ഇതെല്ലാം. ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കുറേ മിസ്റ്റേക്കുകൾ എനിക്ക് വരുന്നുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. ഇതിലുണ്ടാകുന്ന തെറ്റുകളൊക്കെ നിങ്ങളെനിക്കൊന്ന് പറയാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം ബാലൻസ് ചെയ്ത് കുറച്ചും കൂടി നന്നാക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പറയണം എൻ്റെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്. ഇത് അനാറിൻ്റെ, മാതള നാരങ്ങയുടെ തൈകളാണ്. ഇനി അതിലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൽ പിക്ചറിൽ ഗ്രീൻ കളറാണ് കൊടുത്തേക്കണേ, അതിന് ഗ്രീൻ മാത്രമാണോ അങ്ങനെയൊന്നും അറിയത്തില്ല. ഇത് കുറച്ച് ബിഗ് ആയിട്ടുള്ളത്, ഇതിങ്ങനെ എന്താ പറയുക ഡാർക്ക് റെഡ്. ഇത് വേറൊരു കളർ, ഒരു ബ്രൗൺ അല്ല, ഒരു മുന്തിരി കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നൊരു കളറ്. അതുപോലെ ഇതെല്ലാം ഡിഫറെൻ്റാണ്. ഇത് നമ്മുടെ പുളിമരം. എന്നൊക്കെയല്ലേ കടൽ കടന്നു വരുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. നമുക്കൊന്നും ഒരു മീച്ചമില്ലാത്ത സാധനങ്ങളാണ്. ഇതും അതുപോലെ ഓരോരോ ഫ്രൂട്ട്സിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്, പ്ലമ്മിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്. അതായത് പിയർ, അങ്ങനെ പലതരം ആപ്പിള്, ഇതെല്ലാം ഈ ചെടികളുടെ തൈകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇതിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. സൗമ്യ ഒരു ഇൻഡോർ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്, കൊള്ളാം. ഇത് എത്രയായി സൗമ്യ? 15 റിയാലാണിത്. ഇന്ത്യൻ മണി അറൗണ്ട് ഒരു 350 റുപ്പിയൊക്കെ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്ന ഏരിയയാണ്. ഞാനിതിൽ നിന്ന് ഒന്ന് വാങ്ങിയാലോ എന്നൊരാഗ്രഹമുണ്ട്. ഏതെടുക്കണം എന്നുള്ളതാണ്, നോക്കട്ടെ. ഒരു ഇൻഡോർ പ്ലാന്റ് ഞാനും വാങ്ങിയിട്ടുണ്ട്. ഇക്കാക്ക പോയി, ഇക്കാക്ക് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണെന്ന് പറഞ്ഞ് അത് തന്നെ ഇക്കാക്കായി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി വീട്ടിൽ അങ്ങ് വയ്ക്കാം, കുറച്ച് ഓക്സിജനൊക്കെ നമുക്കും കിട്ടട്ടെ. സ്ട്രോബെറിയുടെ തൈകളാണ് ഇതൊക്കെ. ഇത് ഇൻഡോർ പ്ലാന്റ്സ് അല്ല കേട്ടോ, ഇതെല്ലാം ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. നേരത്തെ നമ്മൾ കണ്ട സെക്ഷനാണ് ഇൻഡോർ പ്ലാന്റ്സ്. ഇത് റോസ്, അഗെയിൻ ബൊഗൈൻവില്ല. നമ്മുടെ മുല്ല ഉണ്ട് കേട്ടോ, നമ്മുടെ മുല്ലത്തൈയൊക്കെ ഉണ്ട്, തുളസി. ഓക്കെ, ആ വക ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മുല്ല, നമ്മുടെ നാട്ടിലെ കട്ടമുല്ല, പള്ളിമുല്ല, അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഓരോരുത്തർ വാങ്ങുന്നുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സുകളാണ്, ഡ്രസ്സുകളുടെ ഒരു മാർക്കറ്റ് സെക്ഷൻ തന്നെയാണ് ഇവിടെ. ഇവിടെ സൗദികളൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഡ്രസ്സുകൾ. ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് വിൻ്റർ ക്ലോത്ത്സ് ആണ് ഇവിടെ എല്ലാം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എല്ലാം അങ്ങനത്തെ ഐറ്റംസാണ്. മാർക്കറ്റ് കണ്ട ഇതൊരു സ്ക്വയർ ടൈപ്പാണ്. അതിൻ്റെ ചുറ്റും ഷോപ്പുകളും സെൻറ്ററിൽ ഇങ്ങനെ കുറേ ചെയറുകളും ഇട്ടിട്ട് നമുക്ക് ഇരിക്കാം, നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാം അവിടെ ഇരുന്ന്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഫുഡുകളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ളൊരു ഫെസിലിറ്റി ഇവിടെ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ചുറ്റുമാണ് ഈ ഷോപ്പുകളും ഉള്ളത്. ഇത് ഞാനാ പറഞ്ഞ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇതിപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് ജസ്റ്റ് ഒരു
ക്യാമ്പ് ഫയർ പോലെ ഒരു ഫയറിങ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇതിന് ചുറ്റും നമ്മൾക്ക് ചെയറിലിരുന്ന് തീ കായാം. അതാണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഇത്. നേരത്തെ ഞാൻ ആ ഫയർ സെക്ഷൻ എടുത്തപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ലേഡീസ് ഇരിക്കുന്നുണ്ടായിരുന്നു, സൗദികൾ. അവരുടെ അനുവാദം ചോദിച്ച് ഞാൻ ആ ക്യാമ്പ് ഫയറിൻ്റെ വീഡിയോ എടുത്തോട്ടം ചോദിച്ചതിന് ശേഷമാണ് എനിക്കത് എടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ചുറ്റുമുള്ള ചെയറിലിരിക്കുന്നവരെ കാണിക്കാൻ പറ്റത്തില്ല. ഇതും ഒരു മാർക്കറ്റ് തന്നെയാണ് ഫ്രൂട്ട്സിൻ്റെ. ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ കാർഷിക മേളകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കൂടെ ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക പ്രോത്സാഹനത്തോടുകൂടി അവരുടെ ഒരു ഇതിൽ ചെയ്യുന്നത് ആ സെയിം സിസ്റ്റം തന്നെയാണിത്. ഇവരുടെ കർഷകരുടെ അടുത്ത് നിന്ന് അവരുടെ പ്രൊഡക്റ്റുകൾ കളക്ട് ചെയ്ത് ഇതുപോലെ കൊണ്ടുവന്ന് അവർക്കൊരു പ്രോത്സാഹനം, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, ഈ നാരങ്ങയുടെ ഒക്കെ. ഓക്കെ, ഇത് ഓറഞ്ചിൻ്റെ കൂടെ കിലോയ്ക്ക് അവർ 25 റിയാലാണ് പറയുന്നത്. സോറി, ബോക്സ്, ഈ ഒരു ബോക്സ് 25 റിയാലാണ് പറയുന്നത്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡയറക്റ്റ് ഫാമിൽ നിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ വിഷാംശങ്ങളൊന്നും ഉണ്ടാകില്ല. എന്താ പറയുക, വലിയ രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാത്ത ഫ്രൂട്ട്സുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കുറച്ച് അത്യാവശ്യം വിലയും ഉണ്ടാകും. ആളുകൾ നല്ലപോലെ ഇത് വാങ്ങുകയും ചെയ്യും. എപ്പോഴും നമുക്ക് ഓർഗാനിക് ഐറ്റംസുകളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ പണ്ട് നാട്ടിൽ വനിതാ ഉത്സവ്, വനിതാ ഐസിനൊക്കെ പോയ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് തിരിച്ചു പോകുവാണ്. എനിക്ക് അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല റഷാണ്. പിന്നെ നമ്മളൊരു ടീമായിട്ട് വന്നത്, നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ടായി. ആ ടൈമിനുള്ളിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടുത്തെ എത്തണം. ഇന്ന് ഞങ്ങൾ യാത്ര സംഘടിപ്പിച്ച ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാനൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ സൈഡിൽ കൂടെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ട്രിപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ പോകുന്നത്. ഇതിൽ എല്ലാ ഏജിലുള്ള ആൾക്കാരുണ്ട്, ചെറിയ കുട്ടികൾ മുതൽ ഭയങ്കര ഏജ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒരേ എനർജിയിൽ ഫ്രം ദ ബിഗിനിങ് ടിൽ അത് പരിപാടി കഴിയുന്നവരെ എല്ലാവരും ഒരൊറ്റ എനർജിയിലായിരുന്നു. മെയിനായിട്ടും ഇതിൻ്റെ സംഘാടകർ അലീക്ക, പിന്നെ കരീം മാഷ്, അങ്ങനെ കുറച്ച് പേരൊക്കെ എല്ലാവരുടെയും ഹോൾഡ് ചെയ്ത് ഭയങ്കര ലൈവായിട്ടാണ് നിർത്തിയിരുന്നത്. നമ്മൾ ഓറഞ്ച് ഫാം കാണാനാണ് പോയത്. അപ്പോൾ നമ്മൾ 2 ഫാമിൽ പോയി. പിന്നെ മാർക്കറ്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര ലൈവായിട്ടുള്ള മാർക്കറ്റ്. അത് ലോക്കൽ ഫാമേഴ്സ് മാർക്കറ്റായിരുന്നു. അത് ഒരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് സൗദിയിൽ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ മുന്നൊക്കെ ആണെങ്കിൽ ഞാനാണെങ്കിലും പറയാം, അങ്ങനെ അറിയാത്ത ആൾക്കാരുടെ കൂടെ പോകുന്നത് ആലോചിക്കുമ്പോൾ എനിക്കൊരു കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇനി ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ഈ യാത്രാ ടീം. അപ്പോൾ സൗദിയിലുള്ള ഏത് ഏരിയയിലേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസോ ലൊക്കേഷനോ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ. ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്താൽ. താങ്ക് യു. യാത്രാ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള അതിമനോഹരമായ ഞങ്ങളുടെ ഹരീക യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അതെല്ലാം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ.